നിരവധി വൈദികാർത്ഥികളെ വിശുദ്ധരായ വൈദികരായി തീർക്കുവാൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഉപയോഗിച്ച് ഇന്ന് വൈദിക ജീവിതത്തിൽ 57 ആണ്ടിൻ്റെ നിറവിൽ നിൽക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ് നമ്മോടൊപ്പമുള്ളത്. അത് മറ്റാരുമല്ല, ഫാദർ എബ്രഹാം തോണിപ്പാറ. അച്ഛൻ പാലാ രൂപതയിലുള്ള മരങ്ങാട്ടുപള്ളിയിലായിരുന്നു അച്ഛൻ ജനിച്ചതെന്ന് പറഞ്ഞു. അച്ഛൻ്റെ കുടുംബം അവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു. ഞങ്ങൾ ഒരു ഏരിയ മുഴുവനും, അതായത് ഞങ്ങളുടെ കുടുംബക്കാരെ താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു. ഞാനുള്ളപ്പം വല്യമ്മ ഉണ്ടായിരുന്നു, അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സഹോദരങ്ങളും. അന്നത്തെ കാലത്ത് കാർഷിക വൃത്തി എല്ലാവർക്കും അവിടെയൊക്കെ, കാരണം ജോലിക്ക് പോകുന്നത് ഒരു നാണക്കേട് പോലെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം അന്നത്തെ കാലത്ത്. അതായത് അത്യാവശ്യം ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവിടെ സെൻറ് തോമസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ടായിരുന്നു, അവിടെ പഠിച്ചു. ഞാൻ തലശ്ശൂർ രൂപതയിൽ ചേരാനുള്ള കാരണം പിതാവ് ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. കൊടക്കച്ചിറ പിതാവിൻ്റെ വീട്, മരങ്ങാട്ടുപുഴ കുറച്ച് അടുത്ത ഇടവകളാണ് വള്ളപ്പള്ളി പിതാവ്. അപ്പം എന്നെ പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അച്ഛൻ പിതാവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ 2 ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾ സെമിനാരിൽ ചേരണമെന്ന് പറഞ്ഞ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കാര്യം ചെയ്ത് നിങ്ങൾ തലശ്ശേരിക്ക് പോക്കൂ, എൻ്റെ കൂട്ടുകാരനാണ് അവിടുത്തെ പിതാവ്, ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഇത്ര അറിവുകളേ ഉള്ളൂ. പിതാവ് വീട്ടിൽ വന്ന അവസരത്തിൽ, അമ്മയ്ക്ക് സുഖമില്ലാതെ വീട്ടിൽ വന്ന അവസരത്തിൽ പിതാവിനെ പോയി കാണുന്നു. പിതാവ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ തലശ്ശേരിക്ക് വരുന്നത്. എൻ്റെ ഏറ്റവും ഇളയ അനിയന് ഇപ്പോഴും കുടുംബം പാലായിൽ തന്നെ അവിടുത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഒരു സഹോദരി ഏറ്റുമാനൂരുണ്ട്, ഒരു സഹോദരി സിസ്റ്ററാണ് ഇപ്പോൾ സിസ്റ്റർ പാലായിലുണ്ട്. പിന്നെ എൻ്റെ ഇളയ പെങ്ങൾ ഇവിടെ ഇരിട്ടിയിൽ താമസിക്കുന്നുണ്ട്. ഇത്രയും പേരെ ഞങ്ങൾ വീട്ടിൽ. ആ കാലത്ത് പാല തലശ്ശേരിയേക്കാളും കുറച്ചും കൂടെ വികസിതമായൊരു സ്ഥലമാണ് അന്നത്തെ കാലത്ത്. കുറച്ചുകൂടെ ഒന്നുമല്ല, രാപകൽ വ്യത്യാസം. പാല പോലുള്ള സ്ഥലത്ത് നിന്ന് ആ ഒരു കൗമാരക്കാരൻ പയ്യന്മാർ 2 പേര് തലശ്ശേരി പോലുള്ള സ്ഥലത്തേക്ക് ഈ കുടിയേറ്റമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പരസ്യ നടപ്പെടുകയാണ്. പാലായിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള ആ ഒരു പരസ്യ നടൽ, അതെങ്ങനെയായിരുന്നു അച്ഛന് അനുഭവമായി മാറിയത്? പറഞ്ഞാൽ വലിയ അനുഭവമായിരുന്നു. എങ്കിലും അത് ഒരു ഭീതിപ്പെടുത്തുന്ന അനുഭവമായിട്ട് തോന്നിയിട്ടുമില്ല. വ്യത്യാസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മലബാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മലബാറിന് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാമെന്നൊരു അവസ്ഥ ഞങ്ങൾക്കുള്ളത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാളൊരു മലബാറിനും കുടിയേറിപ്പോയി. എന്ത് കരച്ചിലായിരുന്നറിയോ, ഞങ്ങളെ കിടന്ന് ഭയങ്കര കരഞ്ഞു. ഇനി ഒരിക്കലും കാണുകയായിരുന്നു ധാരണ ഇരിക്കുന്നത്. അന്ന് ആപ്പടെ മലബാറിൽ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കാർന്നന്മാർ വരുന്ന കാലത്ത്. വേറെ യാതൊരു യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു പോക്കാണ്, ഇനിയും വരികയായിരുന്നുള്ള ധാരണ എന്തുള്ളത് അന്നത്തെ കാലത്ത്. അത്രയ്ക്കും വ്യത്യസ്തമാണ് ഈ മലബാറിലെ. ഞാനൊക്കെ 2ാം 3ാം തലമുറക്കാരനാണ്. 1935 മുതലുള്ള കുടിയേറ്റമുണ്ട്. ഞാൻ വരുമ്പോൾ 67 വരുന്നത്. എത്രയോ 10-35 വർഷം കഴിഞ്ഞിട്ട് വരുന്നേരത്തേക്കും ഒത്തിരി സ്ഥിരതപ്പെട്ടുപോയി. എങ്കിലും യാതൊരു സൗകര്യങ്ങളില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൂടെ ബസ്സുണ്ട്. ഞാൻ ആലക്കോടുന്ന കാലത്ത് രാവിലെ ബസ്സിന് കയറി കഴിഞ്ഞാൽ എനിക്ക് 4 മണിയാകുമ്പോഴത്തേക്കും വീടിൻ്റെ വാതിൽ നടക്കാം. പക്ഷേ ഇവിടെയോ ഞാൻ പറഞ്ഞു 14 കിലോമീറ്റർ നടന്നാൽ ഞാൻ പള്ളിയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. കുണ്ടുതോട് നിന്ന് 14 കിലോമീറ്റർ നടക്കും, കുറ്റിയാളത്തിന് 14 കിലോമീറ്ററാണ്. ഇത്ര നടക്കണം ഞാൻ. അപ്പോൾ വ്യത്യാസം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പോകുന്നത്. അന്ന് അതൊന്നും ഒരു മടുപ്പായിട്ടോ ദുഃഖമായിട്ടോ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും നടക്കുന്നു, ഞാൻ നടക്കുന്നു. അതുകൂടെ എനിക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല. 24 വയസ്സുകാരൻ്റെ ചുറൂർക്ക് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് അമ്മ ചോറ് തരും. അതും കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേനും ബസ് കയറി ഞാൻ ആലുവയിലെത്തണം. ആലുവയിൽ ഒരു 5 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ 7 മണിക്ക് 7:30 അവിടെ നിന്ന് മലബാർ എക്സ്പ്രസ് ഉണ്ട്, അതിന് കയറണം. വീട്ടിൽ നിന്ന് പോകുന്നതിനത്തെ കാലത്ത് ഞങ്ങൾ വ്ളോഗായിട്ട് അന്ന് യാത്ര ചെയ്യുന്നത്. ഒരിക്കലും വ്ളോഗ് മാറ്റുകയില്ല. ഒരു ഹോട്ടലിൽ കയറിയാൽ ഭക്ഷണം കഴിക്കുകയില്ല. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ വടകര വന്ന് ഇറങ്ങുന്നു. വടകരയിൽ നിന്ന് ബസ് പിടിച്ച് കുറ്റിയാടിലെത്തുന്നു. അവിടെ നിന്ന് നടക്കുന്നു. ഏകദേശം 11-15 ആകുമ്പോഴത്തേക്കും പള്ളിമുറിയിലെത്തുന്നു. അതുവരെ മുഴുപട്ടിണിയാണ്. ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിൻ്റെ ചുണയുണ്ട്, ധൈര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എന്തിനും. പക്ഷെ നമ്മളൊരു വലിയ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചവരാണല്ലോ. പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ആ ലക്ഷ്യബോധം നമ്മൾ നഷ്ടപ്പെടാതിരിക്കുന്നുള്ള കാലം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. എപ്പോഴും അങ്ങനെയാണ്. എത്ര പ്രായമായാലും ആ ലക്ഷ്യബോധം നമ്മളുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണല്ലോ, നമുക്കൊരു അലച്ചിലായി. പിന്നെ ലക്ഷ്യബോധം തന്നെ അലയുകയാണ്. അലച്ചിൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാകുന്ന ലക്ഷ്യം, എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല, എങ്ങനെ പോകുന്ന അറിയത്തില്ല, എന്തിനു പോകുന്ന അറിയത്തില്ല. എല്ലാ ജീവിതത്തിലും തന്നെയാണ്, പൗരോഹിത്യത്തിലും തന്നെയാണ്. 25 വർഷം അച്ഛൻ സെമിനാരിയിലായിരുന്നു അച്ഛൻ്റെ ജീവിതം. അതായത് അവിടെ റെക്ടറായിട്ടും സ്പിരിച്വൽ ഫാദറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് അച്ഛ
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ രണ്ട് തരത്തിലാണ് ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനങ്ങൾ കൊടുക്കുന്നത്. ഒന്ന് ഇൻ്റലക്ച്വൽ തലത്തിലും അതുപോലെ തന്നെ ഒന്ന് സ്പിരിച്വൽ തലം. ഈ സ്പിരിച്വൽ തലത്തിൽ സ്പിരിച്വൽ ഫാദർ ആയിരുന്നുകൊണ്ട് അങ്ങ് എങ്ങനെയൊക്കെയാണ് അവരുടെ ഈ സ്പിരിച്വൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? ഈ സ്പിരിച്വാലിറ്റി എപ്പോഴും നമ്മുടെ മെറ്റീരിയാലിറ്റിയായിട്ട് യോജിച്ച് പോകുന്നതാണ്. കാരണം എൻ്റെ ശരീരം, എൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ് അതിനുള്ളിൽ തന്നെയാണ്. എന്നിൽ തന്നെയാണ് എൻ്റെ ആത്മാവും. അപ്പോൾ എൻ്റെ ശരീരവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട എൻ്റെ ആത്മാവിൻ്റെ ജീവിതവും അപ്പോൾ നാച്ചുറലി ഇത് രണ്ടും കണക്ട് ചെയ്തേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സ്പിരിച്വൽ ലൈഫിൻ്റെ ആദ്യ പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കുക. എൻ്റെ അടുത്ത് വരുന്നൊരു വ്യക്തി എന്നെ മനസ്സിലാക്കിയാലേ എന്നോട് തുറവുണ്ടാവുകയുള്ളൂ. എനിക്ക് ആ വ്യക്തിയോട് തുറവുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ സമ്മതിക്കുകയുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. അതായത് ഉദാഹരണമായിട്ട് നമ്മളൊരിടത്തൊരു പ്രശ്നം പറയാനുണ്ട്. ഒരു അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ എങ്ങനെയുള്ള ആൾക്കാരാണ് അറിഞ്ഞിട്ട് നമ്മൾ പ്രശ്നം പറയുള്ളൂ. അല്ലെ പറയുമോ എൻ്റെ വീട്ടിൽ ഞാനും വരെയായിട്ട് വഴക്കാന്ന് പോലെ ആരും പറയുമോ? ഒരിക്കലും പറയല. പരസ്പരം മനസ്സിലാക്കലിൻ്റെ തല ഓടെയുണ്ട്. ആദ്യത്തെ തലം അതാണ്. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ പരസ്പരം തന്നെ മനസ്സിലാക്കിക്കൊള്ളും. സെമിനാരി ജീവിതത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഈ പരിശീലനം കൊടുക്കുന്നവരും പരിശീലനം സ്വീകരിക്കുന്നവരും ഒരുമിച്ച് താമസിക്കുന്നത്. പണ്ടത്തെ ഗുരുകുലം പോലെ. നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന ഗുരുകുലത്തിൻ്റെ ഒരു വാക്യപത്രമാണ് നമ്മുടെ സെമിനാരി ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഈ സെമിനാരി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സുറിയാനി വൈദികരെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛന്മാരാണ്, മാൽപ്പാന്മാരെന്ന് പറയും. ഒരു നല്ലൊരച്ഛൻ, അതായത് അത്യാവശ്യം അറിവും പാണ്ഡിത്യവുമുണ്ട്, വിശുദ്ധനായ അച്ഛനാണ്. അപ്പോൾ ഒരു പയ്യനെ ആഗ്രഹം ഉണ്ടാകണം, വൈദ്യന് ആഗ്രഹമുണ്ട്. ആ പയ്യനെ ഈ അച്ഛൻ്റെ അടുത്തുകൊണ്ടേ ആക്കുന്നു. അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. അച്ഛൻ്റെ കൂടെ പണിയൊക്കെ കൊടുത്തും ജീവിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുകയാണ്. അപ്പം പറയുന്നത് കേട്ടും അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്നത് പഠിച്ചും അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നീടാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നത് യൂറോപ്യന്മാർ കൊണ്ടുവന്നതാണ്. യൂറോപ്യന്മാരുടെ വരവോടുകൂടി യൂറോപ്പിലെ സെമിനാരിയുടെ ആ രീതികൾ അവിടെ അവതരിപ്പിച്ചു. അത് നമ്മൾ സെമിനാരികളൊക്കെ അവർ ആരംഭിച്ചതാണ്. സെമിനാരിലൊക്കെ നമ്മളുണ്ടാക്കിയ സെമിനാരി, ബാക്കിയുള്ള സെമിനാരികളും അവർ ഉണ്ടാക്കിയ സെമിനാരികളാണ്. അപ്പോൾ ആക്ച്വലി അവിടുത്തെ സിസ്റ്റമാണ്. ഒരു പക്ഷേ ഇന്നും ആഗോള സഭയുടെ സിസ്റ്റമായ സെമിനാരി സിസ്റ്റമാണ് നമ്മളിന്ന് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആധ്യാത്മികമായിട്ട് ഞാനൊരു കാര്യം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ ആദ്യം വരണം. ആ വിശ്വാസം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയായി തുറന്ന് പറയാനായിട്ട്. ഒരു മകള് അമ്മയോട് പല രഹസ്യങ്ങളും പറയും. പല രഹസ്യങ്ങളും പറയണം. അമ്മ ചോദിച്ചറിയണം. അതെങ്ങനെയാണ്? അവർ ആ ഉറ്റ ബന്ധമുള്ളത് കൊണ്ടാണ് അവർ ആ രഹസ്യം പറയാനുള്ള സാഹചര്യം. ചില പിള്ളേർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ അമ്മയോട് എല്ലാം അവിടെ നിന്ന് സർവ്വ കാര്യങ്ങളും കിള്ളിക്കിഴിച്ച് പറയും. കാരണം എന്താ? അത്രയും ബോധ്യം അമ്മയെല്ലാം വിശ്വാസമുണ്ട്. അതുപോലൊരു അടുപ്പമുള്ള ബന്ധം ഈ വൈദ്യ വിദ്യാർത്ഥിയും ഉണ്ടായെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പെരിഫറലായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ അർത്ഥമൊന്നും ഉണ്ടാകുകയില്ല. അങ്ങ് 80 കാലഘട്ടം മുതൽ ഈ 2000 കാലഘട്ടത്തിൽ വരെ ജനിച്ച് വളർന്ന വൈദികാർത്ഥികളെ അച്ഛൻ കണ്ടു. അച്ഛൻ എന്ത് തോന്നുന്നു, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈദികാർത്ഥികളും ഈ 2000 കാലഘട്ടത്തിൽ വന്നു നിൽക്കുന്ന വൈദികാർത്ഥികളും തമ്മിലുള്ള അന്തരം അത് എങ്ങനെ അച്ഛൻ മനസ്സിലാക്കുന്നത്? രാപകൽ വ്യത്യാസം. ഒറ്റ വാക്കി പറഞ്ഞാൽ രാപകൽ വ്യത്യാസം. അന്നത്തെ വൈദ്യരും വൈദ്യരും ഒത്തിരി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പുതിയ തരത്തിലും. ഞാൻ ചോദിക്കട്ടെ, ഒരു 40 വർഷം മുമ്പുള്ള ഒരു പയ്യൻ്റെ വിരാണോ എന്ത് പയ്യനല്ല. അവന് മൊബൈൽ ഉപയോഗിക്കുന്നു, എല്ലാ ആധുനിക സാങ്കേതികങ്ങളും അവനറിയാം, കാര്യങ്ങളിലൊക്കെ അറിയാം. പണ്ടത്തെ കാലത്ത് തന്നെ അറിയാമൊന്നുമില്ല. അതേ വ്യത്യാസം എല്ലാ തരത്തിലും ഉണ്ടാവുമല്ലോ നാച്ചുറലി. അത് വൈദികാർത്ഥികളുണ്ടാകും, വൈദികരിലുണ്ടാകും. കാരണം വൈദികാർത്ഥി എവിടെ നിന്ന് വരുന്നവനാ? കുടുംബത്തിൽ വരുന്നവനാ. ആ കുടുംബത്തിൻ്റെ എല്ലാ നന്മകളും നമുക്കൊക്കെ എന്ത് നന്മയുണ്ടെങ്കിൽ ആ നന്മ കുടുംബത്തിൽ ലഭിച്ചതാണ്. ആ നന്മ നമ്മൾ വളർത്തിയിട്ടുള്ളൂ, ഒന്നും പുറമേ ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കാൻ പഠിച്ച വീട്ടിൽ നിന്നാണ്, പള്ളി പോകാൻ പഠിച്ച വീട്ടിൽ നിന്നാണ്. അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണത വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ സ്വാധീനം അവരിലുണ്ട് എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടാകണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അർത്ഥമില്ല. അച്ഛാ, ഈ ഭൗതിക സാഹചര്യവും വികസനവും എല്ലാം ഇങ്ങനെ ഈ ലോകത്തെ തന്നെ കുറേയേറെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വരുന്നില്ല. കുറവുണ്ട്, പക്ഷെ വലിയൊരു ഒരു കുറവ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഇപ്പോഴും ഒത്തിരി നന്മ നമ്മുടെ കുടുംബങ്ങളുണ്ടെന്ന്. ഇവിടെ കുടുംബങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇതുണ്ടായിരുന്നത്. ഒരു വൈദികനായി തീരണമെന്ന ഒരു കൗമാരക്കാരൻ്റെ മനസ്സിലെ ആഗ്രഹത്തെക്കാൾ ഉപരി അവൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ആ ഒരു ആഗ്രഹത്തിന് കാവലാവുന്നുണ്ടോ? എന്താ അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ
കുടുംബത്തിലൊക്കെ അന്നത്തെ കാലത്ത് പ്രാർത്ഥനയൊക്കെ ഒരു മുഖ്യ വിഷയമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോവുക, ശനിയാഴ്ച പള്ളി, ഇത് രണ്ടും നഷ്ടമാണ് സാധാരണ. ഞങ്ങളൊക്കെ പിള്ളേർ രാവിലെ ആയിട്ട് പള്ളി എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. കാരണം പള്ളി അടുത്താണ്. പള്ളി 3 അച്ഛന്മാരുണ്ട്. അപ്പം ഒരു 5:30 മുതൽ കുർബാനയുണ്ട്. 5:30 കുർബാന 6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്താൻ പഠിക്കാം, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. അതിന് അന്നത്തെ പ്രത്യേകിച്ച് തന്നെയല്ല, അന്നത്തെ കാലത്തൊരു വൊക്കേഷൻ ബൂം എന്ന് പറയും. ഈ 60-കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവവിളികൾ കേരളത്തിലുണ്ടായ കാലഘട്ടമാണത്. പക്ഷെ പിന്നീട് കുറേശ്ശെ മാറിപ്പോയി. 2-3 കാരണമുണ്ട്. വീടുകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞത് ഒരു വശത്ത്, മറുവശത്ത് ഈ ഭൗതികത ഏറിയത് ഒരു വശത്ത്, പിന്നെ ജോലിക്കാരായപ്പോഴത്തേക്കും പ്രാർത്ഥനയുടെ അഭാവങ്ങൾ, ഇതെല്ലാം ഒത്തിരി സ്വാധീനിക്കുന്ന പല സ്വാധീനങ്ങളുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്വസ്ഥ സുഖമാണ്. രാവിലെ ഏൽക്കുന്നു, നമ്മൾ കൃഷിക്കാരാണ്, ആ കൃഷിയിടയിലേക്ക് പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ 5 മണിയാകുമ്പോൾ പണി നിർത്തുന്നു, കുളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഒരു അല്ലല്ലാത്ത ജീവിതം അന്നത്തെ കാലത്ത്. സുഭിക്ഷമായ ജീവിതം, നമുക്കൊന്നും ഒന്നിനും കുറവില്ല, സന്തോഷത്തോടെ പോകുന്നു. പക്ഷേ പിന്നീട് ജോലി ഉദ്യോഗസ്ഥന്മാർ, പഠനം ദൂരേക്ക് പോകുന്ന പിള്ളേർ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് നാച്ചുറലി ആ ഒരു വെൽ നെറ്റ് ഫാമിലി എന്നുള്ള ആ രീതി അങ്ങ് കുറഞ്ഞു പോയി. പിന്നെ വല്ലപ്പോഴും വരുന്ന അവസ്ഥ, അവധിക്കാലത്ത് മക്കൾ വരുന്നു, അല്ലെങ്കിൽ പുറത്താ ജോലിയെങ്കിൽ ആഴ്ചയിലൊന്നേ അപ്പം വരുള്ളൂ. അങ്ങനെയൊക്കെ ആ കുടുംബങ്ങൾ കുറേശ്ശെ അകലാൻ തുടങ്ങി. അത് നാച്ചുറൽ ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ പരിണതഫലം നാച്ചുറൽ തീർച്ചയായിട്ടും. അപ്പോൾ കുടുംബങ്ങളാണ് ദൈവയുടെ അടിസ്ഥാന ഘടകം. 700ഓളം വൈദികർക്ക് നേരിട്ടും അല്ലാതെയും പരിശീലനം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടില്ല. എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പറയും, ഇടവക ജീവിതം ഒരു തരത്തിൽ വളരെ മനോഹരമാണ്. പക്ഷേ പൗരോഹിത്യത്തിലേക്ക് 700ഓളം പേരെ കൈപിടിച്ച് നയിക്കാൻ ഞാൻ തന്നെയല്ല, ഒത്തിരി പേരോട് സഹകരിക്കാൻ സാധിച്ചെന്നുള്ള വലിയ ഭാഗ്യമാണ്. ആ ഒരു പൗരോഹിത്യ ശിഷ്യഗണം വലിയ സമ്പത്താണ്, വലിയ സുഹൃതമാണ്. അവരുടെ സ്നേഹവും അവരുടെ ഫോൺ വിളികളും അവരുടെ സന്ദർശനങ്ങളും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും അച്ഛൻ്റെ വൈദിക ജീവിതത്തിലെ വലിയൊരു സമ്പത്തായിട്ട് തന്നെ എന്ത് സംശയം. ചില സമയത്ത് ഓർക്കും ഞാൻ ഇടവക ജീവിതമാണ്. കാരണം ഒത്തിരി പേർക്ക് നന്മ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്ന അനേക കാര്യങ്ങൾ ജനിപ്പിക്കുക എന്നുള്ളത് അതിനേക്കാൾ നല്ല തന്നെയല്ലേ തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്നത് നമ്മുടെ മഹത്വമ കഴിവൊന്നുമല്ല, ദൈവം നിയോഗിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. പിതാവ് മെത്രാനിലൂടെ നമുക്ക് നിയമങ്ങൾ അത്രയേ ഉള്ളൂ, അതൊന്നുമില്ല. നമ്മളൊക്കെ വെറും ദൈവ കാര്യങ്ങളുടെ ഉപകരണങ്ങൾ മാത്രം, ഒരു സംശയമില്ല. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. പറയാം, ഒരു സാധാരണ വൈദ്യർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് സത്യം, ഒരു സംശയമില്ല കാര്യത്തിൽ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആ ഒരു ഫ്ലോ അത് കൃത്യമായിട്ട് അങ്ങനെ ദൈവം നയിച്ചുകൊണ്ടിരുന്നു. ഏതാപത്തിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ്. അതിനനുസരിച്ച് പ്രകടിച്ചോ എന്നുള്ളത് ദൈവം തീരുമാനിക്കട്ടെ. അച്ഛാ, ഈ സെമിനാരിയിലായിരിക്കുമ്പോഴേ ഇപ്പം ഈ പരിശീലന രീതി, അതിനൊരു സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ സിലബസിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യകതയാണെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഈ ഞാനിപ്പോൾ സ്പിരിച്വൽ ആൻഡ് ഇൻ്റലക്ച്വൽ പറഞ്ഞത് അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല മോളെ, രണ്ടായിട്ട് മാത്രം നിൽക്കുകയല്ല. അത് സോഷ്യൽ ലൈഫുണ്ട് അതിനകത്ത്. നമ്മൾ പിന്നെ ആഴ്ചതോറും കാറ്റഗറീസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, സോഷ്യൽ വർക്കിന് പോകുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പുറമെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേഞ്ചബിളാണ്. പക്ഷേ തിയോളജി ഒരിക്കലും ചേഞ്ചില്ല. ദൈവശാസ്ത്രമാണ്, ദൈവത്തിന് ചേഞ്ചില്ല, തിയോളജിക്ക് ചേഞ്ചില്ല. അത് പഠിപ്പിക്കുന്ന രീതികൾ വ്യത്യാസം വന്നു വരും, അതിൻ്റെ അത്രയേ ഉള്ളൂ. അല്ലാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിത്യേക ദൈവം എന്ന് പറഞ്ഞാൽ മാറ്റമില്ല. പിന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ഇറ്റ് ഈസ് എ ഫാക്റ്റ്. യേശു ദൈവമാണെന്നുള്ളത് ഫാക്റ്റാണ്. അവൻ ബദ്രകത്ത് ജനിച്ച് നസ്രത്തിൽ ജീവിച്ച് ഗാഗുൽത്തായിൽ മരിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല. അത് പഠിപ്പിക്കുന്ന രീതികൾ പഠിപ്പിക്കുന്ന ആളനുസരിച്ച് ആളെന്നുള്ളതല്ലാതെ സത്യങ്ങൾ മാറുന്നില്ല, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ തിയോളജി ഫിലോസഫി സ്റ്റാറ്റിക്കാണ്, ഒരു സ്റ്റാറ്റിക്. ഫിലോസഫിനെയും കുറച്ചുകൂടെ മാറാൻ സാധ്യത. തിയോളജിക്ക് ആംഗിൾ വ്യത്യാസം എത്രയേ ഉള്ളൂ. പുതിയ ആംഗിൾ ഇവരിപ്പം ക്യാമറ പല ആംഗിൾ വെച്ചിരിക്കുന്നത് പോലെ പല ആംഗിളും നോക്കുന്നു മാത്രമേ ഉള്ളൂ. തിയോളജിയിൽ വ്യത്യാസം വരാൻ പറ്റത്തില്ല. തിയോളജി വ്യത്യാസം വരാൻ തിയോളജിയാണ്. ദൈവശാസ്ത്രം ദൈവത്തിന്റെ ശാസ്ത്രം. അതിന് പിന്നെ അന്നും ഇന്നും എന്നും സത്യം, നീതി, ധർമ്മം മാറ്റമുണ്ടോ? സത്യത്തിന് പതി വ്യാഖ്യാനങ്ങൾ കൊടുക്കാം, നീതിക്ക് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. പക്ഷേ യഥാർത്ഥ സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ വൈദികരുടെ ജീവിതങ്ങളിൽ താളപ്പിഴകൾ സംഭവിക്കുന്നത് 1000-1 അങ്ങനെ
വൈദിക ജീവിതത്തിൽ താഴ്പുഴ സംഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നു. സെമിനാരി പഠന കാലത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണോ, അതോ പിന്നീട് ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളാണോ ഇതൊക്കെ? രണ്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് എല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. നമുക്ക് ഒളിച്ച് ജീവിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും എവിടെയും ജീവിക്കാം. അത് ഒളിച്ച് കുറേ നാൾ കളിപ്പിച്ച് ജീവിക്കാൻ സാധിക്കും. അത് രണ്ടു കൂട്ടേയും തെറ്റുണ്ട്. ആ വ്യക്തിയുടെ തെറ്റുണ്ട്, അവരുടെ അധികാരികളുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്, അതായത് ഈ വ്യക്തിയുടെ ദൈവവഴി ശരിയല്ല എന്ന് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാതെ വരുന്നത് അധികാരിയുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അപ്പോൾ അതിനോട് ഞാൻ സത്യസന്ധത പാലിച്ചില്ല എന്നുള്ളത് വൈദികാർത്ഥിയുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അതേസമയം മറുവശത്ത് ഇതെല്ലാം ആണെങ്കിൽ പോലും കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ സാധാരണ മനുഷ്യനാണ്, ലോകത്തിലാണ് ജീവിക്കുന്നത്. അതിൻ്റേതായ ലോകത്തിൻ്റെ വിളികളും ഗതികളും ഒക്കെ അവനെ സ്വാധീനിച്ചെന്ന് വരും. ഒരിക്കൽ, അതായത് ഈശോയുടെ വചനങ്ങൾക്ക് നമ്മൾ എന്ന് ചെവി അടയ്ക്കുന്നുവോ അതിനോട് നമ്മൾ കണ്ണടയ്ക്കുന്നുവോ അന്ന് ഈ വിളികൾ നമ്മളെ സ്വാധീനിച്ചെന്ന് വരും. നമ്മൾ ഒരു പൗരോഹിത്യം സ്വീകരിച്ചാൽ ആ പൗരോഹിത്യം എന്ന ഒരു വലിയ ലക്ഷ്യം നമ്മൾ ആ ലക്ഷ്യം മാറാതെ അതിനെ പിന്തുടരാനുള്ള ഒരു വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. വേട്ടപ്പെട്ടിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. വേട്ടപ്പെട്ടി, സ്വർഗത്തിലെ വേട്ടപ്പെട്ടി കേട്ടിട്ടുണ്ട്. വേട്ടപ്പെട്ടി ഒരു മാനിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഏറെ എങ്ങും നോക്കിയാൽ അവിടെ നിന്ന് പട്ടിയെ വിളിച്ചാലും കേൾക്കിയാൽ അവൻ ഒറ്റപ്പോക്കാണല്ലോ പറയുക, ഒറ്റപ്പോക്കാണ്. അതേമാതിരി പോക്ക് പോകാൻ സാധിക്കുന്നവരാണ് വലിയ വിശുദ്ധന്മാരായ മിഷണറിമാരൊക്കെ. ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വാധീനങ്ങൾ മനുഷ്യന് സാധനം ഉണ്ടാകും. കർത്താവ് പറയുന്നത്, നീ എല്ലാം ഉപേക്ഷിച്ച് വരണം. എല്ലാം ഉപേക്ഷിക്കുന്നതിനകത്തെല്ലാം ഉണ്ട്. സർവ്വതും അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുക. നിന്നെ തന്നെ പരിത്യജിക്കണം. എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. ഞങ്ങൾ ആരും അങ്ങനെ ഉപേക്ഷിച്ച് പറയുന്നുമില്ല. ആർക്കും പൂർണ്ണമായിട്ട് സാധിച്ചെന്ന് വരികയില്ല. സാധിച്ചാലും ഞാൻ വിശുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ എപ്പോഴും പിതാവ് പറയാറുണ്ട്, അച്ഛനാകാൻ ബുദ്ധിമുട്ടാണ്, അച്ഛനായി കഴിഞ്ഞാൽ അനേകം ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ചില വാക്കുകളുണ്ടൊക്കെ ഓർത്തിരിക്കുന്ന നല്ല വാക്കുകളാണൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോഴും, പ്രത്യേകിച്ചും ആധുനിക കാലത്ത് ഒത്തിരിയേറെ പ്രലോഭനങ്ങളും ഉള്ളുവിളികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവ്, പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്തം. കർത്താവ് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇത്തരം പിശാചുക്കൾ ഒഴിഞ്ഞു പോകുകയല്ല എന്ന് പറഞ്ഞത് 100% വൈദികരിൽ 100% ശരിയാണ്. അച്ഛൻ, ഞാൻ കുറച്ച് മുമ്പ് അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിയോളജിയെ സംബന്ധിച്ചായിരുന്നു ആ ചോദ്യം. അപ്പോൾ ആ തിയോളജിയെക്കുറിച്ച് അച്ഛൻ ഉത്തരം തരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്. തിയോളജി എങ്ങനെ പറഞ്ഞാലും ദൈവമാണ്, അതിനകത്ത് മാറ്റമില്ല എന്ന് അച്ഛൻ ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ അച്ഛൻ ഉദാഹരിച്ചത് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ അച്ഛന് ഫോട്ടോഗ്രാഫിയുമായി? ചെറുതായിട്ടുണ്ട്. ഉണ്ട്. കാരണം ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നു. ഞാൻ പഠിക്കാൻ കാണുന്നത് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ കാണുന്നത് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിൻ്റെ, അതായത് വല്യപ്പനും വല്യമ്മയും ഉൾപ്പെട്ടതായ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. കുടുംബ ഫോട്ടോയായിട്ട് വീട്ടിലിപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ഫോട്ടോ. അതിപ്പോഴും അതുകൊണ്ട്, വീട്ടിലുണ്ട്. അത് നമ്മൾ അത്ഭുതപ്പെടുത്തി. കാരണം ഇതെങ്ങനെയാണ് വല്യപ്പന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വരുമ്പോൾ അതിന് മരിച്ച ആളാണ്. പക്ഷേ ഇതിനകത്ത് കാണുന്നു. അതൊരു ചുമ്മാ കുഞ്ഞ് ക്യൂരിയോസിറ്റി എനിക്ക് തോന്നിയതാണ്. അപ്പോൾ എനിക്ക് താല്പര്യം തോന്നി. പക്ഷേ അന്ന് ക്യാമറ വലിയ താല്പര്യത്തിൽ, അന്ന് ആദ്യ കുർബാനയ്ക്കാണ് ഒരു ക്യാമറ ഞാൻ കാണുന്നത്. അപ്പോൾ നാച്ചുറലി എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സെമിനാരിൽ ചേർന്ന് ഞാൻ തൃശ്ശൂരിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കും ക്യാമറ ഇരിക്കുന്നു, ചെറിയ ക്യാമറ. അതിന് ക്യാമറ ബോസ് ക്യാമറ എന്നാണ് പേര് പറഞ്ഞത്. അതെനിക്ക് ഫിലിം മേടിച്ചാനത്ത് വെച്ച് കയറിക്കുന്നത് 25 രൂപ. അതിലൊന്നും ഞാൻ പൈസ കൊടുത്ത് 25 രൂപയ്ക്ക് മേടിച്ചു. 25 രൂപ. അത് ഏത് കാലഘട്ടത്തിലാണ്? 63 62 63 25 വിപിനെ. അത് വലിയ പൈസ ആയിരിക്കും അന്നത്തെ കാലത്ത്. പക്ഷേ ആ ക്യാമറ എനിക്ക് ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുള്ളതുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നത്. പിന്നെ എനിക്ക് കുറേ നല്ല ക്യാമറ ഒരാൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു. എൻ്റെ ഈ പ്രമം കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അന്ന് ആ ക്യാമറയിലെടുത്ത ഫോട്ടോയ്ക്ക് അതെനിക്കൊരു ആ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. ഞങ്ങൾ ഒരു ക്യാമ്പിന് പോയ ഒരു വേളാങ്കണ്ണി പള്ളി കാണാൻ പോയി. ആ പള്ളിയുടെ അടുത്ത് അച്ഛന്മാർക്കും സെമിനാർക്കും താമസിക്കുന്ന കെട്ടിടമുണ്ട്. റൂമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങളോട് മുകളിൽ കിടന്നോളാൻ പറഞ്ഞു. ടെറസിൽ നല്ല ചൂടാണ്, വേറെ കാറ്റും കിട്ടും, കടൽത്തീരമല്ലേ. അവിടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ പള്ളി വെള്ളമടിച്ച പള്ളിയാണ്. മനോഹരം, ഭയങ്കര ചിന്തിക്കാൻ പറ്റാത്ത അത്ര സുന്ദരമായ കാഴ്ചയാണ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഈ ക്യാമറ എടുത്തുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാനത് അന്ന് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ലീഡർ ഉണ്ടായിരുന്നു, ഐക്യഫിൻ്റെ അദ്ദേഹം അന്ന് MA പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പിന്നെ പ്രോസസ്സുണ്ട്. ഇതുകൊണ്ട് സ്റ്റുഡിയോയിൽ കൊടുക്കണം,
അത് കഴുകണം, അതിൻ്റെ കോപ്പി എടുക്കണം. കോപ്പി എടുത്ത് കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയാണ് ഞാൻ ചുമ്മാ അച്ഛാ എനിക്കൊരു കോപ്പി താ ബ്രദറെ എന്ന് പറഞ്ഞ് ഞാൻ കോപ്പി കൊടുത്തു. പുള്ളി അയച്ചു കൊടുത്തു. അതിന് ഒരു സമ്മാനം കിട്ടി. അന്നത്തെ കാലത്ത് സ്റ്റേറ്റിൻ്റെ ഒരു സമ്മാനവും ആയിട്ട് പുള്ളി എനിക്ക് സമ്മാനമൊക്കെ അയച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എനിക്ക് പിന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും. അപ്പോൾ അതായത് ഫോട്ടോഗ്രാഫിയുടെ ഒരു സ്റ്റേറ്റ് ലെവൽ വിന്നർ കൂടിയാണ്. വക്കീലിന്റെ സംശയം ശരിയാണ്, അച്ഛൻ്റെ ഉള്ളിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അച്ഛൻ വൈദ്യ വിദ്യാർത്ഥിയായിട്ട് ഈ തലശ്ശേരിയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് ഇവിടുത്തെ ബിഷപ്പ് വള്ളോപ്പള്ളി പിതാവായിരുന്നു. ആ വള്ളോപ്പള്ളി പിതാവിൻ്റെ ജീവിത മാതൃകയും വള്ളോപ്പള്ളി പിതാവിൻ്റെ ജീവിതവും അച്ഛനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒത്തിരി. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഞാൻ പറഞ്ഞു, ദൈവവും എൻ്റെ മാതാപിതാക്കളും കഴിഞ്ഞ് എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി വള്ളോപ്പള്ളി പിതാവ് തന്നെയാണ്. അദ്ദേഹം എന്നെ വൈദികാർത്ഥികൾ സ്വീകരിച്ചെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് അത് അനുകരിക്കാൻ പറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുകരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, എന്നോടും ഇഷ്ടമായിരുന്നു. പിതാവിൻ്റെ 2-3 ഗുണങ്ങൾ. ഒന്ന്, സമയക്ലിപ്തത പാലിക്കുക എന്നുള്ളത് വളരെ നിഷ്ഠയാണ്. സമയനിഷ്ഠ പിതാവിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു. അത് അങ്ങേയറ്റം ഞാനും ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് സമയനിഷ്ഠ പാലിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ 5 മണി 5 മണി, 1 പറഞ്ഞാൽ 3, അതിന് വ്യത്യാസമില്ല, പിതാവിന് വ്യത്യാസമില്ല. അതുപോലെ തന്നെ അടുക്കും ചിട്ടയുമുള്ള ജീവിതം, അതൊക്കെ പിതാവിൽ നിന്ന് ഞങ്ങളൊക്കെ, ഞാൻ തന്നെയല്ലേ കേട്ടോ, അച്ഛന്മാരിലേക്കാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെമിനാരിലായിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് പിതാവിൻ്റെ നന്മകൾ. പ്രത്യേകിച്ചും പാവപ്പെട്ടവരോട്, വിഷമിക്കുന്നവരോട് പിതാവിൻ്റെ നന്മകളൊക്കെ ഒത്തിരി അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും, അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മലബാറിൽ ഒരിക്കലും നമ്മുടെ കുടിയേറ്റം ഇത്രയും വിജയിക്കാൻ ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ. ഈ വിശാലമായ രൂപത മുഴുവനും ഓടി നടന്ന് സന്ദർശിച്ച് അവരെല്ലാവരെയും സ്നേഹിച്ച് അന്നത്തെ വൈദിക കൂട്ടായ്മയും ആ സ്നേഹവും ഐക്യവും അതൊക്കെ തീർച്ചയായിട്ടും സന്തോഷത്തിൽ മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഒറ്റ പൗരോഹിത്യം, പിതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, അതിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരു പൗരോഹിത്യം, ഒറ്റ പൗരോഹിത്യം. അതിനകത്ത് ഭിന്നതകളില്ല, എതിർപ്പുകളില്ല, ഒന്നുമില്ലാത്തൊരു നല്ല അവസ്ഥ. അതൊക്കെ കഴിഞ്ഞു പോയ നല്ല കാര്യങ്ങളെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പിതാവിൻ്റെ വിശ്വാസം, പ്രത്യേകിച്ച് യേശുവേ പിതാവിനുള്ള ഭക്തി, മാതൃഭക്തി, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു എല്ലാ കാര്യങ്ങളും. പിതാവായിട്ട് ഒത്തിരി അടുത്ത ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്, എനിക്ക് രണ്ടുമുണ്ട്. പിതാവിൻ്റെ ജീവിതനിഷ്ഠയും വിശ്വാസവും ആ തലത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അച്ഛൻ്റെ വൈദിക ജീവിതത്തിനെ ഒത്തിരിയേറെ നന്മ വരുത്തിയിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ മാതൃകകളാണ് നോക്കുന്നത് ഇപ്പോഴും. അങ്ങനെയാണല്ലോ നമ്മളിപ്പോഴും കാണുന്നത്. അനുകരണമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുകരിക്കുന്നവനാണ് മനുഷ്യൻ, ഇല്ലേ? അമ്മയെ അനുഗ്രഹിക്കുന്ന കുഞ്ഞ്, അപ്പനെ അനുകരിക്കുന്ന മകൻ, അതിപ്പോഴും അങ്ങനെയാണ്. അനുകരണമാണ് മനുഷ്യൻ്റെ. അപ്പോൾ പിതാവിനെ അനുകരിക്കുക എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ മോഡലാണ് അദ്ദേഹം. അത് മോഡലായിരുന്നു താനും. ഒരു ബിഷപ്പ് മോഡലായിരിക്കണം, മോഡലായിരുന്നു. ഒരു വൈദികൻ ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്. ഇടവകയിലെ മോഡൽ വൈദികനാണ്, അച്ഛനാണ് മോഡൽ. അച്ഛൻ നന്മ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നന്മ പ്രവർത്തിക്കും. അച്ഛൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നന്മ പറയും. എപ്പോഴും അങ്ങനെയാണ്. മോൻ യൂത്തായതുകൊണ്ടും KCM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. KCM ആരംഭിച്ച കാലത്ത് ഞാൻ ആലക്കോടാണ്. അന്ന് എനിക്കൊരു 350ഓളം യൂത്ത് എല്ലാ ഞായറാഴ്ചയും ഉള്ളൊരു നിങ്ങൾ വിശ്വസിക്കുകയല്ല. അന്നത്തെ കാലത്ത് 350ഓളം യൂത്ത് ഞാൻ എല്ലാ വീട്ടിലും ഞാൻ കയറി ഇറങ്ങി. KCM സ്ഥാപിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ വീട്ടിലും ഞാൻ കയറിപ്പോയി. അവിടെ യൂത്തിൻ്റെ പേര് ഞാൻ എഴുതിച്ചു. നമ്മൾ വിചാരിച്ചും വീട്ടിൽ ചെന്ന് മോനെ അടുത്ത ആഴ്ച പള്ളി വരുമെന്ന് പറഞ്ഞാൽ വരും. എത്ര പള്ളി വരത്തിനും വരും അനുഭവം അത്. അപ്പോൾ യൂത്ത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്ന് പറഞ്ഞാൽ സെമിനാരിലെ യൂത്തിൻ്റെ കൂടെ എന്നും ജീവിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചതുകൊണ്ടും ഇന്നും യൂത്തിനൂടെ പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മനസ്സുകൊണ്ടും അച്ഛൻ ഞാൻ എപ്പോഴും എനിക്ക് യൂത്ത് നമുക്കെപ്പോഴും പലരും പറയാൻ വിശ്വസിക്കരുത്, അധികം ഒന്നുമില്ല. നമ്മളവർ വിശ്വസിച്ചാൽ നമ്മളെ വിശ്വസിക്കും. നമ്മൾ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കും. എൻ്റെ അനുഭവം ഇതാണ്. നമ്മൾ ജനങ്ങളെ വിശ്വസിച്ചാൽ അവരെന്നെ വിശ്വസിക്കും. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെയും വിശ്വസിക്കും അവർ. സത്യമായത് നമ്മളവരെ വിശ്വസിക്കണം. നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ്റെ 57 വർഷങ്ങൾ നീണ്ടു നിന്ന വൈദിക ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് സന്ദേശങ്ങൾ ഞങ്ങളോടിപ്പോൾ അച്ഛൻ സംവദിച്ചു. അച്ഛന് ഈ കാലഘട്ടത്തിലെ ജനതയോട്, നമ്മളുടെ വൈദികരോട്, നമ്മളുടെ സന്യസ്തരോട്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട്
കൊടുക്കുവാനുള്ള ഒരു സന്ദേശം അച്ഛൻ്റെ ഈ ജീവിതത്തിൻ്റെ 57ാമത്തെ വൈദിക വർഷത്തിൽ അച്ഛൻ വന്ന് നിൽക്കുന്ന സമയത്ത് കൊടുക്കുവാനുള്ള ഒരു സന്ദേശം അതെന്താണ്? പൗരോഹിത്യം ഏറ്റവും മനോഹരമാണ്. അത് ആ രീതിയിൽ കണ്ടാൽ ഈശോ വിളിച്ചതുപോലെ ഒരു വിളി കേൾക്കുകയും ആ വിളിക്ക് അപ്പോസ്തലന്മാർ കൊടുത്തപോലെ ഒരു പ്രതികരണം കൊടുക്കുകയും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ ഇഷ്ടപ്പെട്ട് ഈശോ വിളിച്ചു, പക്ഷേ ഇഷ്ടപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഒഴിവാക്കിയേ മതിയാവൂ, ഉപേക്ഷിക്കേണ്ടി വരും. അതും ബോധ്യപ്പെട്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഒഴിവാക്കി അവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ സന്തോഷവും സമാധാനവും മാത്രം പൗരോഹിത്യം. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതാണ് യഥാർത്ഥ പൗരോഹിത്യം. ഞാൻ അറിയുന്ന പൗരോഹിത്യം. ഞാൻ ജീവിക്കുന്ന ഞാൻ പറയില്ല കേട്ടോ, ഒരിക്കലും അല്ല, എനിക്കതിനെ അവകാശപ്പെടാൻ പറ്റിയല്ല. പക്ഷേ ഞാൻ അറിയുന്ന പൗരോഹിത്യം ഇതാണ്. അച്ഛാ, ഇന്നിപ്പോൾ ഔദ്യോഗിക ജീവിതമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇവിടെ ശാന്തിപൂർണ്ണമായിട്ട് ഇവിടെ നമ്മൾ ഈ ശാന്തിഭവനിൽ ജീവിക്കുക. അപ്പോൾ ഈ ശാന്തിഭവനിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ള ആ ഒരു വ്യക്തി അച്ഛനാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇത്രയും അധികം വിസിറ്റേഴ്സ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ ഇവിടെ അച്ഛൻ്റെ വിസിറ്റേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അച്ഛനെ അങ്ങനെ സ്നേഹത്തോടു കൂടി ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കപ്പെടുന്നവരാണ്, അതിനോ വെരി വെൽ. പക്ഷെ അപ്പം അച്ഛൻ അവർക്ക് സ്നേഹം കൊടുത്തു, അച്ഛൻ അവരെ വിശ്വസിച്ചു, അതുപോലെ തന്നെ അച്ഛൻ അവർക്ക് വിശ്വാസ തലത്തിലേക്ക് അവർക്ക് ഒരു നല്ല വളർച്ച കൊടുത്തു. അപ്പോൾ അതൊക്കെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. വീണ്ടും അച്ഛനുമായി സംവദിക്കാനും അച്ഛനെ കാണാനും അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാനും അവർ ഇഷ്ടപ്പെടുന്നു. വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ അവർക്ക് അത്യാവശ്യം എനിക്ക് എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്താണോ അച്ഛൻ്റെ കയ്യിലുള്ള അത് കൊടുക്കുമായിരുന്നു. ഇവിടെ പലരും ധാരണ ഇവിടെ പ്രീസ്റ്റോമിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്, ഇവിടെ ഒറ്റയ്ക്കാണ്, ഇവിടെ നിരാശയാണ്, ദുഃഖമാണ്. ഒന്നുമില്ല നമ്മൾ, ഒന്നുമില്ല. അപ്പൊ ആ വാക്കിനും അച്ഛൻ അത് മാറ്റി പറയുകയാണ്. അങ്ങനെയല്ല നമ്മൾ അതിശയിക്കുന്നത്, നമ്മുടെ ദുഃഖവും വേദനയും നമ്മൾ നിശ്ചയിക്കും. നമ്മൾ ആരുമല്ല. ഞാൻ ഒറ്റപ്പെടുന്നത്, ഞാൻ ഒറ്റപ്പെട്ടെങ്കിലും അല്ല, വേറെ ആരും ഒറ്റപ്പെടുത്തുകയല്ല. പിന്നെ ഇതൊക്കെ വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുക, അവർക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്തവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വരിക, അതൊക്കെ വലിയ ഒരു സന്തോഷ സമാധാനമാണ്. പ്രത്യേകിച്ചും ഇവിടെ എനിക്ക് വാസം പറഞ്ഞാൽ ഒത്തിരി പേര് കാണാൻ വരാറുണ്ട്, പ്രത്യേകിച്ചും അച്ഛന്മാരും സിസ്റ്റേഴ്സും. ഒരു സന്തോഷം വലിയൊരു ശിക്ഷ സഞ്ചയമാണ്. ഞാനൊരു വിശുദ്ധന്മാരുടെ ഒരു ഗണം എന്ന് പറയേണ്ടി വരും. വിപിൻ, അച്ഛനെ അറിയാവുന്നവരോട് നമ്മൾ സംസാരിക്കുകയും അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അച്ഛൻ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ വേൾഡ് ഫേമസ്. നമ്മൾ വന്ന സമയം മുതൽ നമ്മളെ അത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാകട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം വീട്ടിൽ നന്മ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ വീട്ടിൽ അമ്മ കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് വീട്ടിലാരും വന്നാലും അവരെ ബഹുമാനിക്കും, സ്നേഹിക്കും, ഉള്ളത് നന്നെടുത്ത് കൊടുക്കും. അതൊക്കെ നമ്മൾ കാണുന്ന പരിപാടികളാണ്. ആക്ച്വലി ഇതൊക്കെ ഇതൊക്കെ സൗഹൃദത്തിൻ്റെ ലക്ഷണങ്ങളായി. ഇതൊക്കെ ഇത്രയുള്ളത്, ഇതൊരു അതിശയം അത്ഭുതമൊന്നുമല്ല. അതൊക്കെ നമ്മൾ സാധാരണ കുടുംബങ്ങൾ നടക്കുന്ന പരിപാടികൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അച്ഛാ, ഇത്രയും സമയം അച്ഛൻ ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് അച്ഛൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇടവക ജീവിതത്തിൽ അച്ഛന് അനുഭവപ്പെട്ടിട്ടുള്ള സ്നേഹനിർഭരമായും അതുപോലെ തന്നെ ദൈവികവുമായും ഉള്ള അനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ആ നോബൽ പ്രൊഫഷനെ കുറിച്ചൊക്കെ അച്ഛൻ വളരെ നന്നായി ഞങ്ങളോട് സംസാരിച്ചു. ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് അച്ഛാ, ഞങ്ങൾ അച്ഛനോട് നന്ദി പറയുന്നു. നിങ്ങളെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും സമ്മതം അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് പുരോഹിതരെ നമുക്കായി നൽകി ആ പൗരോഹിത്യം ശിഷ്ടകാലം ഈശോ ആഗ്രഹിക്കുന്ന പോലെ നടത്തുവാനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങളും എനിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ പൗരോഹിത്യ ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട തോണിപ്പാറ അച്ഛനാൽ ആകർഷിക്കപ്പെട്ട് ഇവിടെ ധാരാളം വിശിഷ്ടാതിഥികൾ വരാറുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ മാതൃക നൽകുന്ന ഒരു പ്രചോദനമായിട്ട് വർത്തിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ് തോണിപ്പാറ അച്ഛൻ. ഇത്രയേറെ ജനങ്ങൾ അച്ഛനെ കാണുവാനും സ്നേഹിക്കുവാനും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അച്ഛനിലുള്ള ദൈവസ്നേഹമാണ് നിഴലിക്കുന്നത്. ഈ മാതൃകാപൂർണമായ ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട തോണിപ്പാറ അച്ഛനെ കാണുവാനും അറിയുവാനും പരിചയപ്പെടുവാനും നമുക്കെല്ലാവർക്കും സാധിച്ചു. പുതിയൊരു എപ്പിസോഡ് കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി.